ടീച്ചറിന് ഭയങ്കര ടാസ്ക് ആയിരുന്നു ആദ്യം. കാരണം മുദ്രകളല്ലേ, ടീച്ചർ എനിക്ക് വേണ്ടി കമ്പോസ് ചെയ്തതിനെ മാറ്റി ചെയ്യിപ്പിച്ച് തരുമായിരുന്നു കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ. അച്ഛൻ എനിക്ക് 1 വയസ്സാവണേന് മുന്നേ സൂയിസൈഡ് ചെയ്തത്. അച്ഛൻ്റെ ഫാമിലിയിൽ എനിക്ക് കൈയിൻ്റെ അവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അതായത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അച്ഛൻ്റെ ഫാമിലിക്കാർക്ക് കൈയുടെ പ്രശ്നം. എല്ലാവരും അമ്മയോട് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ നടത്തിക്കോ, പഠിപ്പിക്കാൻ വിടാതെ ഇങ്ങനെ ഡാൻസ് കളിപ്പിച്ച് നടത്തിക്കോ, തോന്നിയാസാണെന്നൊക്കെ അമ്മയോട് പറയുമ്പോൾ അമ്മ എപ്പോഴും വന്നിട്ട് പറയും, മക്കൾ നിന്റെ ഇഷ്ടത്തിന് നടന്നു, പക്ഷേ അമ്മയെ നാണം കെടുപ്പിക്കരുത് എന്ന് വെച്ചാൽ അമ്മ ഒരു ടിപ്പിക്കൽ വില്ലേജ് അതാണ്. എൻ്റെ അച്ഛൻ മരിക്കുന്നത് വീട്ടിലല്ല, പുറത്തൊരു റൂമിൽ സൂയിസൈഡ് ചെയ്യായിരുന്നു. നമ്മളിങ്ങനെ വളരുമ്പോൾ അമ്മ ഇങ്ങനെ പറയും, ഇത്രയേ ഉള്ളൂ ലൈഫ്, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, നമ്മളിങ്ങനെ ഒറ്റയ്ക്കെല്ലാം ചെയ്യേണ്ടി വരും. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമാണ്, പുള്ളി ഓക്കെയാണ്, നല്ല വൈബാണ്, പുള്ളിക്ക് സിനിമയായിരുന്നു ഇഷ്ടം, അപ്പം നമുക്ക് സെയിം വൈബ് അങ്ങനെ ഓക്കെ ആയി. ഇടയ്ക്ക് എപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി പുള്ളിയായിട്ട് ഡിപ്പെൻഡന്റ് ആയിപ്പോയി. ബ്രേക്കപ്പ് ആവുന്ന സമയത്തിന്, ബ്രേക്കപ്പ് അല്ല, പുള്ളിക്ക് അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിലൊന്നായിരുന്നു ഞാൻ. പുള്ളി നീ ഇല്ലാതെ ഒരു സാധനം എന്റെ ലൈഫിൽ ഇല്ലാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചു. 10th എത്തുമ്പോഴാണ് D4 ഡാൻസിലേക്ക് അയക്കുന്നത്. അപ്പൊ അവര് വിളിച്ചിട്ട് പറഞ്ഞു, ഫസ്റ്റ് ഓഡിഷനിലേക്ക് വരണം. കിളി പോയി. എന്റെ നീരവ്ജി ഉണ്ട്, കുക്കുചേട്ടൻ, റംസാൻ, അവരൊക്കെ ജഡ്ജസ്. അവരെ കണ്ടപ്പോഴേ എന്റെ ഇങ്ങനെ കൈ വരയ്ക്കുന്നു. അപ്പൊ കാണുന്ന എന്തെങ്കിലും ഞാൻ ഉണ്ടെങ്കിൽ അത് അലിയൻസിലെ പ്രതീക്ഷേട്ടൻ, അലിയൻസിലെ ടീം തന്നെയാണ്. അതുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി, ദൈവമേ ഇതുപോലെ ഇതിൽ ടീച്ചർമാരായിരുന്നു എനിക്കെന്ന് ജഡ്ജസ് ആയിട്ട് വന്നിരുന്നെന്ന്. നമ്മൾ അപ്പീൽ ചെയ്തുമ്പോൾ എന്താ എഴുതാ, ജഡ്ജ്മെന്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, ഇതല്ലേ നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റുക, അവർക്ക് അതല്ല റീസൺ വേണ്ടത്. അതായത് ഞാൻ +1 പഠിക്കുമ്പോഴാണ് 18ാം പടി സിനിമ ചെയ്യുന്നത്, ചെറിയ വയസ്സാനകത്ത് ചെയ്യുന്നുണ്ട്. ആതിര ശ്രീകുമാറാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ആതിരയുടെ ഡാൻസേ കണ്ടിട്ട് ഞാൻ ശരിക്കും അയ്യോ എനിക്ക് ആളെ ഒന്ന് പരിചയപ്പെടണം എന്ന് തോന്നിയത്. D3 അല്ലെ, D4 D4 ഡാൻസിലുണ്ടായിരുന്നു. ആതിര ഇപ്പൊ റീൽസ് ഒന്നും ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്, കുറച്ച് കുറവാണ്. ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് കുറച്ച് കുറവായിട്ട് ഇരിക്കുകയാണ്. തിരിച്ചു വരണം. ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഈ കൈ വെച്ചിട്ട് നമ്മള് ഓട്ടോമാറ്റിക്കലി ഒരാളുടെ ഡാൻസ് കാണുമ്പോൾ കയ്യെ കാല് അതൊക്കെയാണല്ലോ നോക്കണത്. പക്ഷെ ആതിരയുടെ റീല് കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര പോസിറ്റീവാണ്. ഇതൊന്നും ഒരു എത്രയും ഈ ഡാൻസ് പഠിച്ചിട്ട് എത്ര നാളായി? ഞാൻ കുഞ്ഞിലെ മുതൽ പഠിക്കുന്നുണ്ട്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ക്ലാസിക്കൽ ഡാൻസ് തന്നെയായിരുന്നു. ഒരു 10th വരെയും ക്ലാസിക്കൽ ഡാൻസ് തന്നെയായിരുന്നു. ഫുൾ കലോത്സവം, സ്റ്റേജ് പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. യൂത്ത് ഫെസ്റ്റിവൽസ് ആയിരുന്നു മെയിൻ ആയിട്ട്. മോഹിനിയാട്ടം അതൊക്കെയാണ് മെയിൻ ആയിട്ട്. മോഹിനിയാട്ടം ഒക്കെ ആയിരുന്നു, ഫോക്ക് ഡാൻസ്, മോഹിനിയാട്ടം ഒക്കെ. അത് കഴിഞ്ഞിട്ടാണ് 10th, അതിന് മുന്നേ ഞാൻ കുറച്ച് റിയാലിറ്റി ഷോസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഡാൻസർ, അമൃതയിലെ സൂപ്പർ ഡാൻസർ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കൊച്ചിലെ ഒരു 5th സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുമ്പോഴായിരുന്നു. 10th എത്തുമ്പോഴാണ് എല്ലാരും പറഞ്ഞിട്ട് D4 ഡാൻസിലേക്ക് അയക്കുന്നത്. അപ്പൊ D3 ഒക്കെ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു. D4ലേക്ക് അയക്കുമ്പോൾ നമുക്ക് അറിയില്ല കിട്ടോ, എന്തോരം പേര് അയക്കുന്ന ഒരു ഷോയാണ്. സോ കൊടുത്തു. അപ്പൊ അവര് വിളിച്ചിട്ട് പറഞ്ഞു, ഫസ്റ്റ് ഓഡിഷനിലേക്ക് വരണം. കിളി പോയി. എന്റെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ, കാരണം വേറൊരു സ്റ്റൈല് ഞാൻ അതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ക്ലാസിക്കൽ നിന്ന് മാറിയിട്ട് സൂപ്പർ ഡാൻസർ ചെയ്യുമ്പോഴാണെങ്കിലും അന്ന് തന്നെ പഠിപ്പിച്ചൊക്കെ സജിനി മിസ് ആണ്, ഫിലിമിലെ കൊറിയോഗ്രാഫർ ആയിട്ടൊക്കെ. അപ്പൊ പുള്ളിക്കാരത്തെയും പറഞ്ഞു തരും, നമ്മൾ അതുപോലെ കളിക്കും എന്നുള്ളതല്ലാണ്ട് അതൊക്കെ 5ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അത്ര വലിയ വിവരമൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് 10ലെത്തിയപ്പോ പിന്നെ ഞാൻ ആലോചിച്ചു, പോണോ ദൈവമേ, കാരണം വേറെ നമുക്ക് അതിനകത്ത് വലിയ ഐഡിയാസ് ഒന്നും ഇല്ല. പക്ഷെ പോവാന്ന് തീരുമാനിച്ചു, എന്തായാലും വരണത് വരട്ടെ എന്നുള്ള രീതിക്ക് പോവാന്ന് തീരുമാനിച്ചു. ഫസ്റ്റ് ഓഡിഷന് ഞാൻ ക്ലാസിക്കലാണ് കളിച്ചത്. അപ്പൊ അവര് വിളിക്കാം എന്ന് പറഞ്ഞു. ആ ടൈമിൽ എനിക്ക് 10th പബ്ലിക് എക്സാം നടക്കുക. അപ്പം ആ സമയത്ത് ഞാൻ ഭയങ്കര സ്റ്റുഡിയസ്, പഠിക്കണം, ഡോക്ടർ ആവണം, പഠിച്ച് ഡോക്ടർ ആവണം, അതൊക്കെയായിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ ഞാനിങ്ങനെ അമ്മയോട് പറയായിരുന്നു, പോണോ വേണ്ട, എക്സാം ആണ്, ഷോ ഇനിയും വരും, വരില്ല, അങ്ങനെയൊക്കെ. 10ാം ക്ലാസ്സിലെ എക്സാം ഇനി വരില്ല, അഥവാ വന്നു കഴിഞ്ഞാൽ സപ്ലൈ ആവും, ഫസ്റ്റ് ചാൻസ് സെക്കൻഡ് ചാൻസ് ഒക്കെ എഴുതേണ്ടി വരും സർട്ടിഫിക്കറ്റിൽ എന്ന് പറഞ്ഞു. അപ്പൊ വെറുതെ പോയി നോക്ക്. അങ്ങനെയാണ് ഫസ്റ്റ് ഓഡിഷൻ കിട്ടുന്നത്. സെക്കൻഡ് ഓഡിഷൻ ടൈമിൽ അപ്പൊ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഫസ്റ്റ് ഓഡിഷൻ ചെയ്യാത്തൊരു സ്റ്റൈല് വേണം, പഠിച്ചിട്ട് വരാന്ന് പറഞ്ഞു. ഫുൾ കിളി. എനിക്കറിയില്ല, നോക്കി പഠിക്കാൻ അങ്ങനെയുള്ള സാധനം ഇല്ലല്ലോ. പിന്നീട് അപ്പൊ ഞങ്ങളുടെ അവിടെ ആട്ടം എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് ടീം ഉണ്ട്. എനിക്ക് അപ്പാനി ശരത് ചേട്ടനൊക്കെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു ടീമാണ്. ട്രിവാൻഡ്രത്ത്, അരുവിക്കര, എന്റെ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പോ അവിടേക്ക് ഞാൻ പോയി. അപ്പൊ അവിടെ ഒരു ചേട്ടനുണ്ട്, ചന്തു എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ പറഞ്ഞു, നമുക്ക് പഠിക്കാം, കുഴപ്പമില്ല. അവർക്ക് എന്നെ കുഞ്ഞിലേ മുതൽ കാണുന്ന, കാരണം സ്കൂളിലെ പ്രോഗ്രാം അങ്ങനെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കൊച്ചായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ അവര് നമുക്ക് നോക്കാം, കുഴപ്പമില്ല, എന്തായാലും ട്രൈ ചെയ്യാം, കിട്ടിയൊരു ചാൻസ് അല്ലേ കളയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ ഞാൻ കണ്ടംപററി സ്റ്റൈലിൽ സാധനം പഠിച്ചു.
ക്ലാസിക്കൽ കണ്ടംപററി രണ്ടറ്റത്താ. കാരണം ക്ലാസിക്കൽ കുറെ ഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ, കണ്ടംപററി കുറച്ചുകൂടി ഒഴുകി ചെയ്യേണ്ട സാധനം. എന്നിട്ട് ഞാൻ എൻ്റെ പറ്റും പോലെയൊക്കെ, കാരണം എക്സാംസ് ഉണ്ട്, എൻ്റെ ഇടയിൽ കൂടി ഇത് പഠിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നിട്ട് ലാസ്റ്റ് ഒരു വിധം പോയി ചെയ്തപ്പോഴെനിക്ക് വെച്ചാൽ ഒരുപാട് പിള്ളേരുണ്ട്. മഴവിലിന്റെ സ്റ്റുഡിയോ നിറച്ച് പിള്ളേരാ, ഫൈനൽ ഓഡീഷനാ. അപ്പൊ നീരവ് ജി ഉണ്ട്, കുക്കുചേട്ടൻ, റംസാൻ, അവരൊക്കെ ജഡ്ജസ്. എൻ്റെ അമ്മേ, അവരെ കണ്ടപ്പോഴേ എൻ്റെ ഇങ്ങനെ കൈ വരയ്ക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷെ അവർ പറഞ്ഞു അറിയിക്കാം, താഴേക്ക് നിന്നോളൂ, വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വിളിക്കുന്നു. ആ ടൈമിൽ എനിക്ക് നല്ല സമയമാണ്, കാരണം ഞങ്ങളുടെ ടൈമിൽ 10th മാത്സ് എക്സാം അവർ ഒന്നുകൂടി നടത്തുമായിരുന്നു, റീ എക്സാം. ഞാനത് അവിടെ നിൽക്കുമ്പോഴാണ് അറിയുന്നത്. എനിക്ക് പിറ്റേ ദിവസം മാത്സിന്റെ റീ എക്സാം. എറണാകുളത്ത് നിൽക്കുമ്പോൾ എന്നെ ടീച്ചർ വിളിച്ചിട്ട് അതിനെ മോളെ നോട്ടോ വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഒന്ന് മാത്സിന്റെ റീ എക്സാം വെക്കും. ഞാൻ ആകെ ടെൻഷൻ. ഞാൻ വീടും നമുക്ക് പോവാം, കുഴപ്പമില്ല, എന്താണെങ്കിലും അവരെ വിളിച്ചറിയിച്ചോട്ടെ, പോവാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താൽ വിളിക്കും, മോളിലേക്ക് വിളിക്കും, കാരണം ഫൈനൽ ഓഡിഷൻ ആകുമ്പോൾ അവർക്കത് കാണിക്കാൻ ക്ലിപ്സ് വേണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് കിട്ടാത്ത എന്തിനാ ഇവിടെ നമ്മൾ നിൽക്കണേ, ചിലപ്പോൾ കിട്ടൊരു വെറുതെ നിന്ന് സമയം കളയണേന്ന് പറഞ്ഞു. അങ്ങനെ നിന്നു. മോളിൽ പോയപ്പോൾ 5 പേര് വെച്ചിട്ട് അവർ വിളിച്ചതിൽ എനിക്കാണ് അപ്പോൾ കാർഡ് കൊണ്ട് തന്നത്. ഓ ഹാപ്പി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, മാരക ഹാപ്പി ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ എനിക്ക് കൊറിയോഗ്രാഫേഴ്സിനൊക്കെ തന്നു. അങ്ങനെയാണ് ഞാൻ ക്ലാസിക്കലിൽ നിന്ന് മാറി വെസ്റ്റേൺ. അതാണ് ഞാനൊക്കെ കാണുന്ന റീല്. ഞാനും ആലോചിച്ചു ഭയങ്കര രസമുണ്ട് ഈ പറഞ്ഞ സ്റ്റൈലുള്ള പാട്ട്. ഞാൻ ശരിക്കും ക്ലാസിക്കൽ കണ്ടിട്ടില്ല. ആതിരയുടെ ക്ലാസിക്കൽ അങ്ങനെ റീൽസ് ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. വെസ്റ്റേൺ ഇപ്പം ഒക്കെ D4 ഡാൻസ് എനിക്കൊന്ന് കൊറിയോഗ്രാഫേഴ്സ് ആയിട്ട് തന്നത് D3 വിന്നേഴ്സ് ആയിട്ടുള്ള അലിയൻസിനെയാണ്. അത് ഫുള്ള് ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷേട്ടൻ്റെ ഫുൾ സപ്പോർട്ടാണ്. കാരണം എനിക്ക് ഭയങ്കര ക്ലാസിക്കൽ ഞാൻ പഠിച്ചത് ഒരു വെള്ളനാട് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഡാൻസ് ക്ലാസ്സിലാണ്, ബിന്ദു ടീച്ചർ. അന്ന് ടീച്ചർ എന്നെ അവിടെ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാവില്ല. കാരണം അന്ന് ഞങ്ങളുടെ അവിടേക്ക് ക്ലാസിക്കലേ ഉള്ളൂ. അപ്പം എൻ്റെ സിംഗിൾ പാരൻ്റാ, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പഠിക്കാൻ, ഡാൻസ് പഠിക്കാനൊക്കെ കൊണ്ടാക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ എനിക്ക് ആദ്യം പാട്ടായിരുന്നു ഇഷ്ടം, പക്ഷെ അമ്മ ആദ്യം ഡാൻസിന് കൊണ്ട് ചേർത്തു. വല്യമ്മയൊക്കെ ഉണ്ട്, അമ്മയുടെ ചേച്ചിമാരൊക്കെ, അവരാണ് കൊണ്ട് ചേർത്തത്. അപ്പൊ ടീച്ചർ പറഞ്ഞു അതെന്താ ഞാൻ പഠിപ്പിക്കും, എന്റെ മോളെ പോലും നിർത്തി ഞാൻ പഠിക്കും. ടീച്ചറിന് ഭയങ്കര ടാസ്ക് ആയിരുന്നു ആദ്യം, കാരണം മുദ്രകളല്ലേ, അപ്പൊ കൺവേ ആവണമല്ലോ. അപ്പം ടീച്ചർ എനിക്ക് വേണ്ടി മാത്രം പിന്നീട് ഇരുന്നൊന്നിന്ന് കമ്പോസ് ചെയ്തതിനെ മാറ്റി ചെയ്യിപ്പിച്ച് തരുമായിരുന്നു കലോത്സവത്തിനൊക്കെ പോകുമ്പോ. അത് കഴിഞ്ഞിട്ട് അപ്പൊ പ്രതീക്ഷേന്റെ അടുത്തോട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ആദ്യം ഇൻസെക്യൂരിറ്റി ആയിരുന്നു. കാരണം അലിയൻസ് എന്ന് പറയുന്ന മൊത്തം ചേട്ടന്മാരുടെ ടീമാ. ഞാൻ ചെല്ലുമ്പോൾ ഒരു 10-15 പേര് ബോയ്സ് മാത്രം, അങ്ങനത്തെ ഗേൾസ് ഇല്ല. അപ്പൊ ഇവര് പഠിപ്പിക്കുമ്പോഴേ എനിക്ക് ആദ്യം ഭയങ്കര ചമ്മലായിരുന്നു. അതുപോലെ മിററാ ക്ലാസ് ഫുള്ള്. അപ്പം നമ്മൾ അങ്ങനെ ഒരു സാധനം ഇതുവരെ പ്രാക്ടീസ് ചെയ്ത് വരാത്തോണ്ട് മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കാരണം നമുക്ക് നമ്മളെ തന്നെ കാണാം, ഇവരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട്. കണ്ണാടി ഇല്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ അവര് നോക്കുന്നുണ്ടോ ഇല്ലയോ, പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ ഇത് നമുക്ക് അറിയാം, അവര് നോക്കുന്നുണ്ട്, തെറ്റിയാ നമ്മളത് അറിയും എന്നുള്ളൊരു ഇത്. പക്ഷെ അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാരും. കാരണം അവർക്കും അറിയാം ഞാൻ ക്ലാസിക്കലിന്ന് വരുന്നതാണ്, അപ്പം അത്രയും പ്രാക്ടീസ് വേണം. D4 തന്നെ ഒരുപാട് ചേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് D4 കഴിഞ്ഞിട്ടും ചേട്ടൻ്റെ ടീമിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. കാരണം അവര് അത്രയും പ്രാക്ടീസ് ചെയ്ത് അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഇടയിലേക്ക് ഫ്രഷറാണ് ഞാൻ, ആ ഒരു ഡാൻസിന്റെ ആ ഒരു ഇതിലേക്ക്. അങ്ങനെ അവരെന്നെ വിളിച്ചു. ഇപ്പൊ കാണുന്ന എന്തെങ്കിലും ഞാൻ ഉണ്ടെങ്കിൽ അത് അലിയൻസിലെ പ്രതീക്ഷേട്ടൻ, അലിയൻസിലെ ടീം. ഇപ്പം ചെറുതിലെ കാര്യം പറഞ്ഞു, മുദ്രകൾ കൺവേ ചെയ്യാൻ ആദ്യം ഡാൻസ് പഠിക്കാൻ പോകുന്ന എത്രാമത്തെ വയസ്സിലാ? ഞാൻ 5ാമത്തെ വയസ്സില്. കൈ ചെറുതിലെ ഞാൻ ബൈ ബർത്തില് കൈ ഇങ്ങനെയായിരുന്നു. ജനിച്ചപ്പോഴെങ്ങനെയാണ്? അപ്പൊ ഈ 5ാം ക്ലാസ്സിലൊക്കെ പോകുമ്പോ മുദ്ര പഠിക്കാൻ പോകുമ്പോ എങ്ങനെയായിരുന്നു? മീൻസ് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞല്ലോ കൺവേ ചെയ്യണം ഓരോ മുദ്ര. അപ്പം എങ്ങനെയായിരുന്നു? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെന്നെത്തിയ സ്ഥലങ്ങളുടെ പ്രത്യേകത ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി വരുന്നത് ബാക്കിയുള്ളവർ നമ്മൾ അങ്ങനെ കാണുമ്പോഴാണ്. ഇപ്പൊ ബാക്കിയുള്ളവർക്ക് അത് പ്രശ്നമില്ലെങ്കിൽ നമ്മളത് മറക്കും. അവര് അതില് ജഡ്ജ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ശരി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതുണ്ടോ എന്നുള്ള സാധനം നമുക്ക് വരിക. ഞാൻ ചെന്നപ്പെട്ട സ്ഥലങ്ങളുടെ ഗുണമായിരിക്കാം. ഞാൻ ഇപ്പൊ സ്കൂളിൽ പോകുമ്പോഴായിരുന്നാലും, അത് കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അത് കഴിഞ്ഞിട്ട് ഡാൻസ്, ഇപ്പൊ കോളേജ്, ഇപ്പം വർക്ക് ചെയ്യുന്നിടം, ഇവിടെ ഒന്നും എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടായിരുന്നില്ല. സോ അതിന്റെ ഇടയിൽ എനിക്ക് അങ്ങനെ അയ്യോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള സാധനം എനിക്ക് എപ്പോഴേ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ
ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ടീച്ചർ ആയാലും നമുക്കല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനത്തെ ഒരു സാധനം ഒന്നും ഇല്ല. അപ്പൊ പഠിപ്പിക്കുമ്പോൾ എനിക്ക് പിടിക്കാൻ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുള്ള മുദ്രകളുണ്ട്. ഇപ്പൊ ക്ലാസിക്കലാകുമ്പോൾ 2 കൈ കൊണ്ടും പിടിക്കേണ്ട മുദ്രകളുണ്ട്, 1 കൈ കൊണ്ട് മാത്രം നമുക്ക് കൺവേ ചെയ്യുന്ന മുദ്രകളുണ്ട്. അപ്പം 2 കൈ കൊണ്ട് വരുമ്പോൾ ടീച്ചർ അത് എനിക്ക് വേണ്ടി മാത്രം അപ്പോഴല്ല പറഞ്ഞു തരിക, പിള്ളേരെല്ലാം പറഞ്ഞു വിട്ടിട്ട് ഇരുത്തിയാ പറഞ്ഞു തരാം. അപ്പം ടീച്ചർ ആദ്യം ഉണ്ടായിരുന്നു, കാരണം എല്ലാവരുടെയും ഇരിക്കുമ്പോൾ ടീച്ചർ അങ്ങനെ സ്പെഷ്യൽ കൺസിഡറേഷൻ തരുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ അങ്ങനെ നോക്കും എന്നുള്ള സാധനം ടീച്ചറിന് ഉണ്ടായിരുന്നുകൊണ്ട് അവരൊക്കെ പറഞ്ഞു വിട്ടിട്ട് വൈകുന്നേരമെങ്കിലും വിളിച്ചിരുത്തിയിട്ട് അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ രണ്ട് കൈകളിലുള്ള മുദ്ര അല്ല 2 കൈയിലും തന്നെയാ. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു, അങ്ങനെ പിടിക്കുമ്പോൾ അത് ശരിയാവും. അപ്പൊ ടീച്ചർ അത് കുഴപ്പമില്ല, നീ അത് വേറെ അങ്ങനെ കാണുന്നോണ്ടാ കുഴപ്പം, അത് കൈ തന്നെയാണ്, അത് അങ്ങനെ തന്നെ പിടിച്ചാൽ മതി, അത് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ മാറ്റി ഇപ്പൊ സ്കൂൾ കലോത്സവത്തിനൊക്കെ പോകുമ്പോ അങ്ങനെ എന്തെങ്കിലും മാർക്കിന്റെ കാര്യത്തിലോ അല്ല ഇഷ്ടംമാതിരി പ്രാവശ്യം അത് ഞാൻ മെയിൻ ആയിട്ട് മോഹിനിയാട്ടമായിരുന്നു എന്റെ ഐറ്റം. പിന്നെ ഫോക്ക് ഡാൻസിന് വലുതായിട്ട് മുദ്രകൾക്ക് പ്രശ്നമില്ല. മോഹിനിയാട്ടത്തിനുണ്ട് അത്യാവശ്യം നമ്മൾ കൺവേ ചെയ്യുന്ന കഥ പറയുന്നത് ആക്ഷൻസിലൂടെയാണ്. അല്ലാതെ ഈ മോഹിനിയാട്ടം ഞാൻ കുറച്ച് ആദ്യമേ ശ്രദ്ധിച്ചപ്പോഴേ പറഞ്ഞ കാര്യം അതാണ്. അടുത്തിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു മുദ്ര കാണിക്കണം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി, ദൈവമേ ഇതുപോലെ ഇതിൽ ടീച്ചർമാരായിരുന്നു എനിക്ക് എന്ന് ജഡ്ജസ് ആയിട്ട് വന്നിരുന്നെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്കത് കേട്ടപ്പോ. പക്ഷെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സ്റ്റേറ്റിൽ പോകുന്നത്. അതുവരെ സബ് ജില്ല പോവും, ജില്ല പോവും, ട്രിവാൻഡ്രം ജില്ല, ഞാൻ ട്രിവാൻഡ്രം ജില്ല വരെ പോവും. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിലേക്ക് പോകാൻ ജഡ്ജസ് തന്നെ ചിലപ്പോൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, മോളെ ഞങ്ങൾ ഇങ്ങനെ 1/2 മാർക്ക് കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം ബാക്കിയുള്ള പാരന്റ്സ് ചിലപ്പോൾ ഞങ്ങൾക്ക് തരണം എന്നുണ്ടാവും, പക്ഷെ ബാക്കിയുള്ള പാരന്റ്സ് വന്ന് ചോദിക്കും അതെന്ത് കണ്ടിട്ടാ കൊടുത്തത്, മുദ്രാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ എന്നുള്ള സാധനം അവർ ചിലപ്പോൾ ചോദിക്കും. പക്ഷെ ഞങ്ങൾക്ക് കൺവേ ആയി കഥ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല, അപ്പീൽ കൊടുക്കുമ്പോഴായാലും ഈ അപ്പീലിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ, നമ്മൾ അപ്പീൽ കൊടുക്കുമ്പോൾ അവർ പറയുന്ന റീസൺസ് സ്റ്റേജ് കൊള്ളില്ലായിരുന്നു എന്നാ നമുക്ക് അപ്പീൽ എടുക്കാം, സ്റ്റേജിൽ കമ്മലിന്റെ ആണിയോ എന്തെങ്കിലും ഉണ്ടായിട്ട് കളിക്കാൻ പറ്റിയില്ല എന്നാ അപ്പീൽ എടുക്കാം. ഞാൻ ദേവി അപ്പീൽ എടുക്കുന്ന ഇതൊക്കെ കൊണ്ട് നമ്മൾ കളിച്ചതില് നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള മാർക്ക് കിട്ടിയില്ല, ഇത് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ അപ്പീൽ കൊടുക്കുക. അപ്പൊ നമ്മൾ അപ്പീൽ ചെയ്തുമ്പോൾ എന്താ എഴുതുക, ഈ എന്താണ് ജഡ്ജ്മെന്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, ഇതല്ലേ നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റുക. അവർക്ക് അതല്ല റീസൺ വേണ്ടത്, ടെക്നിക്കലി ഉള്ള റീസൺസ് മാത്രമേ അവർക്ക് അപ്പീൽ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ 9ലും 10ലും പഠിക്കുമ്പോൾ സ്റ്റേറ്റിൽ പോയിട്ടുള്ള ലോകായുക്ത വഴിയാണ്. ലോകായുക്ത വഴിയാണ് ഞാൻ സ്റ്റേറ്റിൽ പോയിട്ടുള്ളത്. 2 വർഷം ലോകായുക്ത വഴി തന്നെയാണ് സ്റ്റേറ്റിൽ പോയത്. പോരാടി നേടുകയായിരുന്നല്ലേ? അന്നേ പോരാ, അത് ഞാൻ ടീച്ചേഴ്സ് കേട്ടോ, അത് സ്കൂളിലെ ടീച്ചേഴ്സ് എന്റെ കൂടെ വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സാറുണ്ട്, സുരേഷ് സാറ്, ഞങ്ങളുടെയൊക്കെ ഗോഡ് ഫാദർ. ശരിക്കും എൻ്റെ സ്കൂളിൽ എൻ്റെ ഗോഡ് ഫാദർ പുള്ളിയാണ്. പുള്ളി വന്നിട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു, 10 ആണല്ലോ. അപ്പം സാറ് വന്നിട്ട് എല്ലാ PTA മീറ്റിങ്ങിനും എന്നെ വിളിച്ചിട്ട് കരയിക്കും. അങ്ങനെയല്ല, അതായത് ഇങ്ങനെ പറയും, മക്കൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അപ്പം ഇതുപോലെ പഠിച്ചാൽ പോരാ. ഞാൻ നോക്കുമ്പോ എല്ലാത്തിനും 80 മാർക്കുണ്ട്, 10 വിഷയത്തിനും 80 കൂടുതൽ മാർക്കുണ്ട്, എന്നാലും പിടിച്ചെടുത്ത് പറയും ഇങ്ങനെ പഠിച്ചാൽ പോരാ. ഞാൻ പറയും സാറേ അയ്യോ, എന്നിട്ട് ഇമോഷണലി എന്നെ ഇങ്ങനെ പിടിച്ചെടുത്ത് കരയിക്കും. അപ്പോൾ സാറിന്റെ വലിയ ആഗ്രഹമായിരുന്നു 10ൽ പഠിക്കുമ്പോൾ, 9ൽ അല്ലെങ്കിൽ 10ൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റിൽ പോകണം, എൻ്റെ ഗ്രേസ് മാർക്ക് ഒരു ബോണസ് പോയിന്റ് ആണ്, അപ്പൊ ആ രീതിയിലൊക്കെ പോകണം എന്നുള്ളത്. പക്ഷെ 10ൽ പഠിക്കുമ്പം ട്രിവാൻഡ്രം ജില്ല കഴിഞ്ഞിട്ട് ക്വാളിഫിക്കേഷൻ കിട്ടിയില്ല, ഓഫീസിൽ കിട്ടിയില്ല. അപ്പൊ സാറ് പാവം, സാറിന്റെ വീട് പേരൂർക്കടയാ. അന്ന് എനിക്ക് മത്സരം നടക്കുന്ന കോട്ടൺ ഹിൽ സ്കൂളിലാണ്. അവിടുന്ന് ഇവിടം വരെ ഓടി സാറ് വന്നിട്ട് ഞാൻ ഒപ്പിടാൻ എന്താ ചെയ്യേണ്ടത്, നമുക്ക് വക്കീലിനെ അറേഞ്ച് ചെയ്യാം, നമുക്ക് ലോകായുക്തയിൽ പോവാം, പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ആ സമയത്ത് സ്റ്റേറ്റ് നടക്കുന്നത്. കണ്ണൂര് കലോത്സവം തുടങ്ങുന്നതിന്റെ അന്ന് എനിക്ക് ലോകായുക്തയിൽ വിളിക്കുന്നത്. അപ്പൊ ലോകായുക്തയിൽ നിന്ന് പേപ്പർ എനിക്ക് അവിടെ കിട്ടണം. അപ്പൊ സാറിനോട് പറഞ്ഞു നിങ്ങൾ പൊക്കോ, നിങ്ങൾ എന്തായാലും കണ്ണൂർ പൊക്കോ, കുഴപ്പമില്ല, എന്തായാലും ലോകായുക്തയിൽ നിന്ന് കിട്ടും, നിങ്ങൾ കണ്ണൂരിൽ നിന്ന് പൊക്കോ. വക്കീലും സാറും കൂടെ എനിക്ക് അവിടുന്ന് ലോകായുക്തയിൽ നിന്ന് പേപ്പർ ശരിയാക്കി കൊണ്ട് തന്ന് കണ്ണൂർ വന്ന്. ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടപ്പോഴേ ഒരു പേപ്പർ കൊണ്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ദൈവമേ മേക്കപ്പ് ഇട്ട് വെറുതെ കളിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ പാവം, അത് എന്റെ സ്കൂളിലെല്ലാവരും, അത് ഞാൻ ഇപ്പൊ ഹൈസ്കൂളായിരുന്നപ്പോഴും ഹയർ സെക്കൻഡറി ആയിരുന്നപ്പോഴും എനിക്ക് നോട്ട്സ് എഴുതി തരിക, അല്ലെങ്കിൽ റെക്കോർഡിന് എല്ലാം അയച്ചു തരിക. പ്രാക്ടിക്കൽ എക്സാമിന് എനിക്ക് പ്രത്യേകം വിളിച്ച് ടീച്ചർമാർ ഇങ്ങനെ പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ഭയങ്കര സ്കൂളും ഞാൻ ചെന്നപ്പെട്ട സ്ഥലങ്ങൾ എല്ലാരും നന്നായിട്ട് ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ട്. അത് മുഖത്ത് നല്ല ഗ്രേസ് ഉണ്ട് അതിന്റെ. അല്ല, ഒരു തരത്തില് നമുക്കൊരു നെഗറ്റീവ് കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്കും അതൊരു ഗ്രേസ് ആണ്. അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു 10ാം ക്ലാസ്സിൽ ഡോക്ടർ ആവണം എന്നായിരുന്നു ആഗ്രഹം. എന്ത് പറ്റി? അതെന്താന്ന് അറിയോ, +2 എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു ആഗ്രഹം. അതായത് പിന്നെ ആഗ്രഹത്തിന് ആരാ കത്തി വെച്ച്? ഞാൻ എൻട്രൻസ് ഒക്കെ എഴുതിയതാ. എൻട്രൻസ് എഴുതി അപ്പം കൈൻ്റെ ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് വേറെ തന്നെ റാങ്കിങ്ങാ വരിക. അപ്പൊ എന്റെ അമ്മ വർക്ക് ചെയ്യുന്നത് ആയുർവേദത്തിലാണ്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു
അത് അച്ഛന്റെ ജോലിയായിരുന്നു. അച്ഛന്റെ ജോലി അമ്മയ്ക്ക് കിട്ടിയത്. ഉം. അച്ഛൻ മരിക്കുമ്പോൾ അച്ഛന്റെ ജോലി അമ്മയ്ക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ആയുർവേദത്തില് അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ആയുർവേദ ഡോക്ടർ ആവണം. അമ്മ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് ആയുർവേദ ഡയറക്ടറേറ്റില്ല. ഉം. അപ്പൊ അമ്മയ്ക്ക് പറയാലോ എന്റെ മോള് ആയുർവേദത്തിലാണ്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണം. ഡോക്ടറെ കുറഞ്ഞ ഒന്നും വേണ്ട. ഒന്നും വേണ്ട. അന്ന് എനിക്ക് ആക്ടർ ആവണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഉം. ഡോക്ടർ തന്നെയാണ്. ഉം. ഡോക്ടർ വിട്ടൊരു കളിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ എഴുതുന്ന സമയത്തിനാണ് പ്ലസ് 2 പഠിക്കുമ്പം എനിക്ക് വളരെ വലിയൊരു റിലേഷൻ ഉണ്ടാവുന്നു. ഭയങ്കര റിലേഷൻ. അത് കഴിഞ്ഞിട്ട് അത് ബ്രേക്കപ്പ് ആയി. അയ്യോ ശോകമൂകത, എൻ്റെ ജീവിതം പോയി. ഞാൻ അങ്ങനെയായിരുന്നു. ഫുൾ ലെഗായി എനിക്ക്. പക്ഷെ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കായിരുന്നേ. ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിടത്ത് അമ്മയെ ഇങ്ങനെ നാണംകെടുത്തില്ല. കാരണം അമ്മയോട് എല്ലാവരും വന്ന് പറയും നീ ഇങ്ങനെ തുള്ളി മോളുടെ ഇഷ്ടത്തിന് നടത്തി വിട്ടോ. അതായത് ഞങ്ങളൊരു ഭയങ്കര ഗ്രാമമാണ്. അപ്പം ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പോകുന്നത്, രാത്രി പോയിട്ടൊക്കെ വരുന്നത്, പ്രോഗ്രാമിനൊക്കെ പോയിട്ട്. എവിടെയായിരുന്നു? തിരുവനന്തപുരത്ത് എവിടെയായിരുന്നു? ട്രിവാൻഡ്രത്ത് അരുവിക്കര എന്ന് പറയും. അപ്പം എല്ലാവരും അമ്മയോട് ഇങ്ങനെ പറയും നീ ഇങ്ങനെ നടത്തിക്കോ, പഠിപ്പിക്കാൻ വിടാതെ ഇങ്ങനെ ഡാൻസ് കളിപ്പിച്ച് നടത്തിക്കോ, തോന്നിയാസാണെന്നൊക്കെ അമ്മയോട് പറയുമ്പോൾ അമ്മ എപ്പോഴും വന്നിട്ട് പറയും മക്കൾ നിന്റെ ഇഷ്ടത്തിന് നീ നടന്നു, പക്ഷെ അമ്മയെ നാണം കെടുത്തിക്കരുത് എന്ന് വെച്ചാൽ അമ്മ ഒരു ടിപ്പിക്കൽ വില്ലേജ് അതാണ്. അപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കുന്നതിലൊന്നും കോംപ്രമൈസ് ചെയ്യരുത്, അതായത് ഒരു വിഷയം തോക്കരുത്, അതൊക്കെ ലക്ഷ്യസ്ഥാനത്ത് മറ്റേ എത്തണം, ആ സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻട്രൻസ് ഇങ്ങനെ എഴുതി, അത്രയും ബ്രേക്കപ്പ് എഴുതിയിട്ടും എനിക്ക് അതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡന്റ് ആവും ആൾക്കാരായിട്ട്, ഇമോഷണലി ഭയങ്കരമായിട്ട് ഡിപ്പെൻഡന്റ് ആവും. അപ്പൊ അത്രയും ഇമോഷണൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാള് അങ്ങനെ പോയപ്പോ എന്നെ കൊണ്ട് അയ്യോ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര അധികം വേദനയായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ടൈമിലൊക്കെയാണ് എനിക്ക് സിനിമ കുറേ കൂടിയൊക്കെ ഇഷ്ടമാവുന്നത്, ആക്ടർ ആവണം. അപ്പം എനിക്ക് എവിടേക്ക് ആഗ്രഹം വന്നു തുടങ്ങി, അതായത് ആക്ട് ചെയ്യണം, സിനിമ എന്നുള്ളതല്ല ആക്ട് ചെയ്യണം എന്നൊക്കെയുള്ള സാധനം. അതായത് ഞാൻ +1 പഠിക്കുമ്പോഴാണ് 18-ാം പടി സിനിമ ചെയ്യുന്നത്, ചെറിയ വയസ്സിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ ആ ഒരു സിനിമയുടെ ആയിട്ടില്ല, ആവൻ ട്രൈ ചെയ്യുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു ഉറപ്പായിട്ടും. അപ്പം അവിടെയൊക്കെ എനിക്കൊരു ഇഷ്ടം വന്നു തുടങ്ങി. പിന്നെ ഈ ബ്രേക്കപ്പ്, അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് സ്റ്റഡീസിൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല. ഇപ്പം MBBS എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ BMS എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം കുറച്ച് അധികം കോൺസെൻട്രേഷൻ വേണ്ട ഒരു സാധനമാണ്. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ആ എൻ്റെ ഒരു മെന്റൽ സ്റ്റേറ്റ് വെച്ചിട്ട് എനിക്ക് അത്രയും പഠിക്കാൻ വേണ്ടി പറ്റൂല. വെറുതെ പോയിട്ട് നമ്മൾ 3-4 വർഷം കളയുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഡിഗ്രിക്കും അതേ സമയത്ത് ഞാൻ അലോട്ട്മെന്റ് ഇട്ടത് എനിക്ക് കിട്ടി, യൂണിവേഴ്സിറ്റി കോളേജിൽ അലോട്ട്മെന്റ് കിട്ടി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ലൈക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു, അവിടെ പഠിക്കണം, കോളേജിനെ കുറിച്ച് പറഞ്ഞു കേട്ടു, എല്ലാരും പറഞ്ഞിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് ഇഷ്ടമായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ നോക്കിയപ്പം എനിക്ക് ആ സമയത്ത് ഈ ആക്ടിങ്ങിനോടൊക്കെ ഇഷ്ടം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം MBBS അല്ലെങ്കിൽ BMS ഒക്കെ പഠിക്കുമ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് സ്റ്റഡീസിലേക്ക് കൊടുക്കേണ്ടി വരും. എനിക്ക് ഇങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾ കോംപ്രമൈസ് ചെയ്യുക, ഒരു എണ്ണത്തിലേക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യമില്ല. അത് പണ്ടും ഇപ്പോഴും എനിക്ക് അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നതിൽ താല്പര്യമില്ല. ഏതാണോ നമ്മുടേത് ആ വഴി പോവുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നോക്കിയപ്പം അതേ സമയത്ത് നമുക്ക് അലോട്ട്മെന്റും വരുന്നു, നമുക്കൊരു ഇഷ്ടം വേറൊരു സാധനത്തിലോട്ട് കൂടുതൽ വരുന്നു. അപ്പം ഞാൻ ചിലപ്പോൾ ഇതായിരിക്കാം വഴിയെന്ന് വെച്ചിട്ട് MBBS ഞാനവിടെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ ഡിഗ്രി ഏതായിരുന്നു? ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പൊ അതിനിടയ്ക്ക് സിനിമയെ കുറിച്ച് പറഞ്ഞാൽ അതെങ്ങനെ സിനിമയിലേക്കുള്ള വഴികള്? അത് ശരിക്കും ആള് പഠിക്കേണ്ട ആളാണ്, ആള് ഒരു പുസ്തകം എഴുതാനുള്ള ആളുണ്ടല്ലോ. ശരിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രസമുണ്ട് കേൾക്കാന്, ഒരു ബോറും ഇല്ല. ഞാനാണെങ്കിൽ ശരിക്കും ചോദ്യമൊന്നും ഇല്ലാതെ ഞാൻ ഇങ്ങനെ കഥ കേട്ടിരിക്കുന്ന അവസ്ഥയായി പോയി. അതായത് ഒന്നും ചോദിക്കേണ്ടി വരില്ല, ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ഒരെണ്ണത്തിൽ നിന്ന് അടുത്തത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു മറ്റേ കഥ പറയാനുള്ള ഒരു കഴിവുണ്ടെന്നല്ലേ, ലൈക്ക് അതിനെ കണക്ട് ചെയ്ത് പറയാനുള്ള ഒരു കഴിവ്. അത് ഞാൻ +1 പഠിക്കുന്ന സമയത്തിന്, അതായത് 10ൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഒരു 9A+ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഭയങ്കര ആ അഹങ്കാരത്തിൽ ഞാൻ പോയി ബയോളജി സയൻസ് എടുത്തു. 9A+ ഉണ്ടല്ലോ, ബയോളജി സയൻസ് നമുക്ക് ചുമ്മാ പഠിക്കാം, അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് ബയോളജി സയൻസ് എടുത്തു. അപ്പൊ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു, അതായത് അരുവിക്കര സ്കൂളിൽ തന്നെ +1ഉം +2ഉം കൂടി ചെയ്യണം, ഇവിടെ തന്നെ വരണം എന്നൊക്കെ ടീച്ചർമാർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മുടെ സ്കൂള് വളരെ ചെറുതാ, 2 ഡിപ്പാർട്ട്മെന്റ്സേ ഉള്ളൂ +2നൊക്കെ. കൊമേഴ്സും ബയോളജി സയൻസും. കൊമേഴ്സ് എനിക്ക് മാത്സ്, അയ്യോ എനിക്ക് അല്ല, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് എന്നോട് ഇത് ആരും തിരുത്തിയും തന്നില്ല. അതെനിക്ക് അറിയായിരുന്നെങ്കിൽ ഞാൻ ചേച്ചി തോന്നുന്നുണ്ടോ ഞാൻ ബയോളജി സയൻസ് എടുക്കുമായിരുന്നു. ബയോളജി സയൻസിനകത്തല്ലേ മാത്സ് ഉള്ളത്? എനിക്കറിയായിരുന്നു. എന്താന്നറിയാം, ഞാൻ അമ്മയ്ക്ക് ഇത് വലിയ പിടുത്തില്ല. അമ്മ 10ാം ക്ലാസ് വരെയൊക്കെ പോയിട്ടുള്ളൂ. അപ്പം അമ്മ എന്നോട് എന്റെ ഇഷ്ടമാണ്, അമ്മ എന്ത് ഞാൻ പറഞ്ഞാലും മറ്റേ മുൻപത്തെ സാധനം അമ്മേനെ തലകുനിക്കരുത്. അതേ ഉള്ളൂ. അമ്മയ്ക്ക് മക്കൾ എന്ത് പഠിച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് വന്നാൽ മതി, ആ ഒരു വൈബാണ് അമ്മ. അങ്ങനെ ഞാൻ പോയി ബയോളജി സയൻസ് എടുക്കുന്നു. ബയോളജി സയൻസ് എടുത്ത് ആദ്യത്തെ കുറച്ച് നാളൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ഇഷ്ടമാണല്ലോ പഠിക്കാൻ, പ്രശ്നമില്ല.
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മാത്സ് എൻ്റെ അമ്മ ഞാൻ എങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് എനിക്ക് ഈ സാധനം ഇവിടേക്ക് കേറൂല. എനിക്കാണെങ്കിൽ കാണാപ്പാടം പഠിക്കാൻ പറ്റൂല. ഞാനുണ്ടല്ലോ തല കുത്തി ഇനി സ്പെഷ്യൽ ട്യൂഷന് പോയി നോക്കി കുറച്ച് നാള്, പറ്റണില്ല. അവസാനം ഞാൻ സ്പെഷ്യൽ ട്യൂഷൻ നിർത്തി. കാരണം അവിടെ നിന്നും പഠിക്കണം, സ്കൂളിലേയും പഠിക്കണം, നടക്കില്ല ചേച്ചി. അവസാനം ഞാൻ അത് നിർത്തിയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാത്സിന്റെ ക്ലാസ്സിന്റെ സമയത്തിന് ടീച്ചേഴ്സ് കൊണ്ട് പറഞ്ഞു ഒരു സിനിമേന്റെ ഓഡിഷൻ നടക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് പുറത്തോട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അരുവിക്കര സ്കൂളാണ്, അത് വലിയ സ്കൂളല്ല. അപ്പം ചെറിയ രീതിയിലും അവിടെ ഉള്ള ആരെങ്കിലും എടുക്കുന്ന, അതായത് ഒരു വലിയ ബഡ്ജറ്റിലുള്ളതല്ലാത്ത ഒരു കുഞ്ഞു ബഡ്ജറ്റിലെ ഫിലിം എന്നുള്ള രീതിയിലാണ്. ഏത് സിനിമയിലും കുഴപ്പമില്ല, എനിക്കിപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുക പോണ്ടേ, കാരണം ആരും വരുന്നില്ല, ഞാൻ മാത്രമേ എൻ്റെ ക്ലാസ്സിലുള്ളൂ. കാരണം ബയോളജി സയൻസ് ആണ്, അത്യാവശ്യം എല്ലാ പിള്ളേരും പഠിക്കുന്ന പിള്ളേരാണ്. ഞാനിങ്ങനെ ഇരിക്കുക. അപ്പൊ ടീച്ചർ വന്നിട്ട് പറഞ്ഞു അതിന് വരുന്നില്ല. ഞാൻ പറഞ്ഞു യെസ് ടീച്ചർ. ഞാൻ ആ വിളിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ സാറുണ്ട്, പ്രിൻസിപ്പാളുണ്ട്, പുള്ളി വന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞങ്ങളൊരു 5-6 പേരുണ്ട് സ്കൂൾ, അതായത് പ്ലസ് ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഞങ്ങളൊരു 5-6 പേരുണ്ട്. അത് നിന്നപ്പോൾ സാർ വന്നിട്ട് പറഞ്ഞു ശങ്കർ രാമകൃഷ്ണൻ ഡയറക്ടർ. എൻ്റെ അമ്മ സത്യം എനിക്ക് അപ്പൊ സാറിനെ പറ്റിയിട്ട് എനിക്ക് അറിയാം, ആക്ടർ ആണെന്ന് എനിക്ക് അറിയായിരുന്നുള്ളൂ. ഡയറക്ടർ ശങ്കർ രാമകൃഷ്ണൻ സാർ, എനിക്ക് അങ്ങനെ ആ ഒരു ടാഗ് ലൈൻ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ആ സാർ കറക്റ്റ്. എന്നിട്ട് ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനർ. ഞാൻ പറഞ്ഞു പിന്നെന്താ, എനിക്കറിയില്ല. ഉറുമിയെടുത്ത് അന്നൊന്നും എനിക്ക് വലിയ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ആ സമയത്ത് ഭയങ്കര സ്റ്റുഡിയോസ് ആണ്, ഡാൻസ് ആണ് എന്റെ മെയിൻ. ഫിലിം എന്നൊരു സാധനത്തിലേക്ക് ഞാൻ അത്രയും ഇൻവോൾവ് ആയിട്ടില്ല. ഞാൻ പിന്നെന്താ അപ്പൊ അടുത്തേക്ക് അറിയാം, പിന്നെ ഭയങ്കര സാധന. അത് കഴിഞ്ഞിട്ട് അപ്പം സാറിന്, ശങ്കർ സാറിന്റെ അനിയനായിരുന്നു ഓഡിഷന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളോട് ഒന്നും പറയണ്ട, ക്യാമറ നോക്കുക, പേര് പറയുക, കുറച്ച് ചെറുതായിട്ടൊരു ബയോ പറയുക, പ്രൊഫൈൽസ് തരിക, പോവാ, ഇത്ര പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞങ്ങളിങ്ങനെ ഞാനേറ്റവും ലാസ്റ്റ് പോവാം, കാരണം മാത്സ് ക്ലാസ് തീർന്നിട്ടില്ല, ഞാൻ മാത്സ് ക്ലാസ് കഴിയാൻ വേണ്ടി നിൽക്കണേ. അപ്പൊ സാർ പറഞ്ഞു ആദ്യം പോവാം, കാരണം അതിനകത്തുള്ളതിൽ കുറച്ചൊക്കെ സ്റ്റേജ് ഫിയർ ഇല്ലാത്ത ആള്, കാരണം എപ്പോഴും സ്റ്റേജിൽ പോകുന്നതുകൊണ്ട് സാർ പറഞ്ഞു ആദ്യം പോകും. ഞാൻ ഇല്ല സാർ, ഞാൻ അവസരം, ഞാൻ പേടിയുണ്ട്. ഞാൻ ആ സാർ ക്യാമറ പേടിയാണ്, ഞാൻ ലാസ്റ്റ് പോവാം എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പോയി. അപ്പൊ അതിനകത്തൊരു അസിസ്റ്റന്റ് ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഡാൻസർ അല്ല, അപ്പൊ ഞാൻ D4 കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്, അപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ഡാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോഴും നമുക്കറിയാം വിളിക്കില്ല. ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് നോക്കിയപ്പോഴാണ് ഓഗസ്റ്റ് സിനിമ ഉറുമിയൊക്കെ എടുത്ത് അത്രയും വലിയൊരു ബാനറിന്റെ അടിയിലാണ് സിനിമ വരുന്നത്, ശങ്കർ രാമകൃഷ്ണൻ സാറ്. ഞാൻ എന്നിട്ട് അന്തം ഞാൻ കിട്ടില്ല, വിളിക്കില്ല. അപ്പൊ എനിക്ക് ഞാൻ ഈ സിനിമയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ട്, ഓഗസ്റ്റ് സിനിമയുടെ ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ, ഈ D4 ഡാൻസിൽ പോയ കിളി രണ്ടാമത് ഒരിക്കൽ കൂടി പോയി. ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കാതെ സിനിമയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ സിനിമ എന്ന് പറയണതിന് മുന്നേ നാട്ടുകാർ തുടങ്ങി സിനിമയോ, ആഗ്രഹിക്കാൻ പറ്റുന്ന ആഗ്രഹിച്ചാൽ പോരെ, ഇല്ലെങ്കിൽ കിട്ടുവാഞ്ഞിട്ടാണ്. ഇപ്പോഴും പറയുന്നവരുണ്ട് ചേച്ചി, എന്നോട് ഇപ്പോഴും പറയുന്നവരുണ്ട് സിനിമയോ കിട്ടുക എന്ന് ഉറപ്പുണ്ടായിട്ടാണോ ഈ കിടന്ന് ലൈക്ക് മരിക്കുന്നത്, കിട്ടുന്നില്ല, ഇത്രയും എല്ലാം ഉള്ളവർ എന്നോട് ഇപ്പോഴും പറയാറുണ്ട്, എല്ലാം ഉള്ളവർ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, അപ്പോഴാണോ നീ ട്രൈ ചെയ്യുന്നൊക്കെ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ലൈക്ക് നെവർ മൈൻഡ്, അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഓഡിഷന് പോകുമ്പോൾ സാറുണ്ട്, ശങ്കർ രാമകൃഷ്ണൻ സാറുണ്ട്. അപ്പൊ ഞാൻ കണ്ടപ്പോഴേ, കാരണം നമ്മൾ സിനിമയിൽ കാണുന്ന ഒരാളാണല്ലോ, റിയാലിറ്റി ഷോ അല്ലല്ലോ സിനിമ എന്ന് പറയുമ്പോൾ, അതിന് വേറെ തന്നെ ഒരു ലോകമല്ലേ. അപ്പൊ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള, എനിക്ക് സാറിനെ കണ്ടപ്പോൾ ആദ്യം വന്നത് സ്പിരിറ്റ് സിനിമയിലെ സാറ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുക. അപ്പൊ സാറ് വന്നിട്ട് പറഞ്ഞു അതൊരു ഡാൻസർ ആണല്ലേ. ഞാൻ പറഞ്ഞു ആ സാർ ഡാൻസ് ചെയ്യുമോ, വേറെ ഒന്നും ചെയ്യണ്ട, ഡാൻസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്തൊക്കെ ചെയ്യും? ഞാൻ ക്ലാസിക്കലും വെസ്റ്റേൺ. അപ്പം മറ്റേ D4 ചെയ്തതിന്റെ ഭയങ്കര സാർ ഞാൻ കോൺഫിഡന്റ് ആണ് വെസ്റ്റേൺ. അപ്പൊ സാർ പറഞ്ഞു രണ്ടും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു സോങ് ഇട്ട് തന്നു. എന്നിട്ട് അത് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാർ ആദ്യം പറഞ്ഞു ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണല്ലോ എന്ന് പറഞ്ഞു, ഭയങ്കര ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു ഫൈറ്റ് ചെയ്യുമോ അതിലാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ അല്ല സ്റ്റൺസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നോട് ഇപ്പോഴും ആരും എന്ത് ചോദിച്ചാലും ഞാൻ യെസ് എന്നെ കൊണ്ട് പറ്റും. അല്ലാണ്ട് എനിക്കൊരു ഡൗട്ട് അയ്യോ പറ്റൂ ഇല്ലയെന്നുള്ള സാധനം ഇല്ല. ആരും ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റും പിന്നെന്താ എന്ന് പറഞ്ഞു. അപ്പൊ സാർ പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ട്രൈ ചെയ്യാം, നമുക്ക് നോക്കാം, ഞാൻ വിളിക്കാം അതിരാന്ന് പറഞ്ഞു. എന്നിട്ട് സാർ പിന്നീട് വിളിച്ചു. ആക്ടിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു, ആക്ഷൻ ക്യാമ്പ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വലിയ സീനൊന്നും ഇല്ല, അതിനകത്തൊരു സോങ്ങിന്റെ ഇടയ്ക്ക് വരുന്നൊരു ആക്ഷൻ സീക്വൻസ് ആണ് 18-ാം പടിയിൽ ഞാൻ ചെയ്തേക്കണേ. പക്ഷെ അത് ഭയങ്കര ലേണിംഗ് പ്രോസസ് ആയിരുന്നു. അതിൽ നിന്നാണ് ശരിക്കും അതൊരു ഞാൻ +1 പഠിക്കുമ്പോഴാണ് ഫിലിമിന്റെ ക്യാമ്പുകളൊക്കെ തുടങ്ങുന്നത്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ കയറിയിട്ട് ഞാൻ കോളേജിൽ അതിന്റെ പ്രൊമോഷന് പോയിട്ടുണ്ട്. എൻ്റെ കോളേജിൽ ഞാൻ എൻ്റെ പ്രൊമോഷന് പോയിട്ടുണ്ട്. ആ ടൈമിലാണ് റിലീസ് ആവുന്നത്. സോ ആ ഒരു 1.5 years 2 years എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഉള്ളിലെ പ്രോസസ്സിൽ ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ട്, ഞാൻ നിന്നതുകൊണ്ട് എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ആ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഡാൻസിനെക്കാളും എനിക്ക് ആക്ട് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയി തുടങ്ങി. എനിക്ക് അങ്ങനെ
എനിക്ക് തോന്നി തുടങ്ങി അതായത് എന്നെ കൊണ്ട് പറ്റും, ഉം. അല്ലെങ്കിൽ ലൈക്ക് ആക്ട് ചെയ്യുമ്പോൾ എല്ലാവരും വന്ന് പറയുന്നുണ്ട് അതായത് ഭയങ്കര എക്സ്പ്രസീവ് വൈസ് ആണ്, ഭയങ്കര ഗ്രേസ് ഉള്ള ഫേസ് ആണ്, ഉം. ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നത്. അപ്പം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് അല്ലേ, ഓക്കെ നമ്മളെ കൊണ്ട് ഇത് പറ്റും, പറ്റും. അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് വന്ന് തുടങ്ങിയ ശേഷമാണ് ഉം. സിനിമ കുറച്ചുകൂടി എന്താ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയതും ട്രൈ ചെയ്യാൻ തുടങ്ങിയതൊക്കെ. ഇപ്പൊ വല്ല അപ്പോഴാണ്. സിനിമയിൽ വിളിച്ചിട്ടുണ്ടോ? ഞാൻ അത് കഴിഞ്ഞിട്ട് ശങ്കർ സാറിന്റെ തന്നെ റാണിയില്, ഭാവന മാമിന്റെ റാണിയിൽ അത്യാവശ്യം ഡയലോഗ്സ് ഒക്കെ ഉള്ള റോളാണ് അതിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം മുസ്തഫ സാറിന്റെ, നമ്മുടെ കപ്പേളേന്റെ ഡയറക്ടർ മുസ്തഫക്കയുടെ മുറ എന്ന് പറഞ്ഞ സിനിമയുടെ അതില് ഭയങ്കര ഒരു ചെറിയ വേഷമാണ് അതിനകത്ത്. കാരണം അതിനകത്ത് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ കട്ട് ചെയ്യൂ. ആ സിനിമ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ലൈക്ക് അവരുടെ സ്റ്റോറിയാണ്. അതിലൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഓഡിഷൻസ് നടക്കൊണ്ടിരിക്കുന്നത്. ഓഡിഷൻസിലൊക്കെ എങ്ങനെയാണ് ഇപ്പം കോൺഫിഡൻസ് വർദ്ധിക്കുകയാണോ ചെയ്തത്? അതായത് ഇതിപ്പോ ഏത് രീതിയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ തോട്ടിന്റെ പ്രശ്നമായിരിക്കാം. അതായത് ഇപ്പൊ 18ാം പടിയിലും എനിക്ക് തോന്നുന്നു സാറ്, പക്ഷെ അതെനിക്ക് ഭയങ്കര നല്ലൊരു ഓപ്പണിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് എന്നൊരു സാധനം തന്നെയാണ്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് ആ ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള എൻട്രിയിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയൊരു സാധനമാണ്. കാരണം ഒരു ഫൈറ്റ് ചെയ്യുക, അതിന്റെ കൊറിയോഗ്രാഫർ വന്നിട്ട് കെച്ച എന്ന് പറഞ്ഞ മാസ്റ്ററാണ്, ഈ ടൈഗർ ഷെറഫിന്റെ ഒക്കെ പേഴ്സണൽ ട്രെയിനറാണ്. പുള്ളി പോലൊരു ബാഹുബലിന്റെ ഒക്കെ 2 ഒക്കെ ചെയ്ത പുള്ളിയാണ്. പുള്ളി പോലൊരാൾ വന്ന് നമുക്കിങ്ങനെ ട്രെയിൻ ചെയ്യുക, അത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് റാണിയിൽ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം സാറ് റാണിന്റെ ഷൂട്ടിന്റെ സമയത്ത് ശങ്കർ സാർ തന്നെയാണ് ഡയറക്ടർ. അപ്പൊ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു അതിലിങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ജെനി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്, എനിക്ക് ആതിര ചെയ്താൽ അത് നന്നാവും എന്ന് തോന്നുന്നു. 18ാം പടിയിലുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട് സാറിന്റെ റാണിയിൽ. അപ്പം അതിൽ എനിക്ക് ആതിരനെ വേണമെന്ന് തോന്നുന്നു, അതിൽ വന്ന് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ശങ്കർ സാർ തന്നെയാണ് വിളിച്ചത്. ശങ്കർ സാർ അതിന്റെ ഒരു ഷൂട്ട്, അതായത് ഒരു സീൻ കഴിഞ്ഞിട്ട് നൈറ്റ് ഞങ്ങൾ പോവാ, അതായത് മിഡ് നൈറ്റ് ആണ് എൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞത്. ഞാൻ രാവിലെ കിടന്ന് ഉറങ്ങുക, വെളുപ്പിന് 6 മണിക്ക്. സാറിൻ്റെ 6 മണിക്ക് വിളിക്കുക, ദൈവമേ തീർന്ന്. കാരണം എനിക്ക് അതിനകത്ത് തമിഴാണ്, എൻ്റെ ക്യാരക്ടർ സംസാരിക്കുന്നത് തമിഴാണ്. അപ്പൊ സാർ എനിക്ക് മലയാളത്തിൽ ഡയലോഗ് എന്നോട് ചോദിച്ചു തമിഴ് അറിയൂ? ഞാൻ പറഞ്ഞു ഞാനൊരു 3 മാസം ചെന്നൈയിലുണ്ടായിരുന്നു, ഒരു ഷോയിന്റെ ഇതായിട്ട് ചെന്നൈയിലുണ്ടായിരുന്നു. ഞാനിത് സാറിനോട് എപ്പോഴോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തമിഴ് അറിയാം, അത് സംസാരിക്കാൻ അറിയാം, എഴുതാന്നല്ല സംസാരിക്കാൻ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ എനിക്ക് മലയാളത്തിലെ ഡയലോഗ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു അതിലൊന്നും പെട്ടെന്ന് തമിഴിലാക്കിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് സാർ അത്രയ്ക്കുള്ള അത് കുഴപ്പമില്ല, അറിയുന്ന തമിഴിലേക്ക് മാറ്റിക്കോന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ജെനി ഇങ്ങനെ മലയാളം അറിയാന്നുള്ള, എന്നാൽ തമിഴ് നേറ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്, അപ്പം തമിഴിലേക്ക് ആക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡയലോഗ് തമിഴിലേക്ക്, അതൊരു വലിയ ലോങ് സീനാണ്, എന്റെ മോണലോഗാണ്. അപ്പം അത്രയും ലോങ് സീൻ ഞാൻ തമിഴിലേക്ക് ആക്കി, തമിഴ് പഠിച്ച് അതൊരൊറ്റ സിംഗിൾ ടേക്കാ. അതൊരു 3-4 വട്ടം ടേക്ക് എടുത്തിട്ടാണ് ഓക്കെ ചെയ്തത്. അപ്പൊ സാറ് വെളുപ്പിന് 6 മണിക്ക് തന്നെ വിളിക്കുക ആ ഷോട്ട് കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ വെച്ചാൽ ദൈവമേ അതിനകത്ത് എന്തെങ്കിലും പൊട്ടപ്പണി ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ള, ഞാൻ അറിയില്ലല്ലോ എന്തിൻ്റെയാണെന്ന് അറിഞ്ഞൂടാ. സാറ് വിളിച്ചിട്ട് പറഞ്ഞു മോളെ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഞാൻ പറഞ്ഞു എനിക്ക് മറ്റേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചാടണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാർ പറഞ്ഞു ചിലപ്പോൾ ഞങ്ങളിത് എഡിറ്റ് ചെയ്ത് കളയും, അത് അറിയില്ല, കാരണം സാർ അതപ്പം ഫൈനൽ ഷോട്ട് ഇത് സ്പോട്ട് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ കണ്ടതാ എന്ന് പറഞ്ഞു. ഇനി സിനിമയിൽ ഇത് ഉണ്ടാവോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം, ഫ്യൂച്ചർ യു ഹാവ് എ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ അടിപൊളി, ഗ്രേറ്റ്, മതി. അത് ഭയങ്കര ഇതായിരുന്നു. അവിടുന്ന് അപ്പം ഓഡിഷൻസിന് ഇപ്പൊ പോകുമ്പോൾ ശരിക്കും ചിലതിൽ എനിക്ക് തോന്നാറുണ്ട്, അതായത് ഇതൊരു പ്രശ്നമാണോ എന്നുള്ള സാധനം അവര് പറയുന്നുണ്ടാവില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യില്ലേ. ഇപ്പൊ ഒരു 10 പേര് നിൽക്കുമ്പോ നമ്മളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യാൻ അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം എനിക്കും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം അവർ ചിലപ്പോൾ പറയാറുണ്ട് നല്ല എക്സ്പ്രസീവ് വൈസ് ആണ്, എല്ലാം ഓക്കെ ആണ്, ഡയലോഗ്സ് ഒക്കെ ഓക്കെ ആണ്, നമുക്ക് നോക്കാം, അവരെ വിളിക്കാം എന്നിങ്ങനെ പറയും. അപ്പൊ എനിക്കൊരു ഓക്കെ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ ക്യാരക്ടറിന് അത് സ്യൂട്ട് ആവില്ല, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യില്ലേ ചിലപ്പം അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നേനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് മുന്നേ നല്ല ചാൻസസ് കിട്ടിയേനെ എന്നുള്ള സാധനമുണ്ട്. പക്ഷെ ഓഡിഷൻസിന് പോകുമ്പോൾ അങ്ങനെ കോൺഫിഡൻസ് കുറഞ്ഞാൽ മതിയില്ല. അങ്ങനെ ആരും ഇതുവരെ എന്നെ ട്രീറ്റ് ചെയ്തിട്ടില്ല. കോൺഫിഡൻസ് കുറയാൻ വേണ്ടിട്ട് കൂടിയോന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല, ആ ഒരു ബേസിൽ ഇങ്ങനെ ഇതാണ് ഞാൻ. ഇപ്പം സിംഗിൾ പേരന്റ് ആണെന്ന് പറഞ്ഞു, അച്ഛൻ എന്ത് പറ്റിയതാ? അച്ഛൻ എനിക്ക് 1 വയസ്സാവണേന് മുന്നേ സൂയിസൈഡ് ചെയ്തത്. അച്ഛന്റെ ഫാമിലിയിൽ എനിക്ക് കൈയിന്റെ അവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, അതായത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അച്ഛന്റെ ഫാമിലിക്കാർക്ക് കൈയുടെ പ്രശ്നം. അപ്പം അമ്മ കേട്ടിട്ട് കുഴപ്പമില്ല. അപ്പം അമ്മ ഒരു 18 വയസ്സായപ്പോ കല്യാണം കഴിച്ചു. 19 വയസ്സിൽ ഞാനുണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 1 വയസ്സാവണേന് മുന്നേ അച്ഛൻ മരിക്കുന്നു. അപ്പൊ അമ്മയ്ക്ക് അപ്പൊ ജോലിയില്ല. ഈ അമ്മ അടിപൊളി. ഇപ്പൊ ഞാനിങ്ങനെ
ഇത്രയും വൈബ്രന്റ് ആയിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഷീ ഈസ് ദ പില്ലർ. എൻ്റെ ബാക്ക് ബോൺ അമ്മയാണ്. അമ്മയും അമ്മയുടെ ബ്രദർ ഉണ്ട്. എന്നെ എവിടെ കൊണ്ടുപോവാണെങ്കിലും ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, അറ്റ് ലാസ്റ്റ് ഞാൻ ഹാപ്പി ആയിരിക്കണം, അവർക്ക് അത്രേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഓക്കെയാണ്. ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 3 കൊല്ലം ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോട്ടെ എവിടെയെങ്കിലും മാറി, എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പോട്ടെ എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് പേടിയാ. അതായത് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ അമ്മ എന്തെങ്കിലും പറ്റും അങ്ങനെ, അതായത് ഒറ്റയ്ക്ക് വിടാനുള്ള പേടിയല്ല. അതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഞാനും അമ്മ ഒരുമിച്ച കിടക്കണേ. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാനും അമ്മ ഒരുമിച്ച കിടക്കണം. അപ്പം അത്രയ്ക്ക് അമ്മയ്ക്ക് ഞാൻ ക്ലോസ് ആണ്. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോൾ മാമനെ വിളിക്കും. ഞാൻ മാമ അമ്മ സമ്മതിക്കുന്നില്ല. അപ്പം മാമൻ വിളിച്ച് അമ്മയോട് പറയാം അവള് പോട്ടാനിപ്പോൾ എന്താ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഉള്ളൊരു മിക്സിലാണ് ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം തൃശ്ശൂരിൽ നിന്ന് ഞാൻ അവിടെ പഠിക്കാൻ പോയതാണ്. ഞാൻ ഡോട്ടർ എന്ന് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമിയിൽ പഠിക്കാൻ പോയതാണ്. പഠിക്കാൻ പോയപ്പോഴായാലും അമ്മ ഇങ്ങനെ ഡെയിലി വിളിക്കും, എന്തൊക്കെയുണ്ട്, വരുന്നില്ല, എപ്പോഴാണ് വരുന്നത്, എല്ലാ ആഴ്ച ഞാൻ വരണം. പിന്നെ ഇപ്പം ഓക്കെയാണ്, കാരണം ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ അമ്മയ്ക്കും സന്തോഷമാണ്. അമ്മ ഞാനില്ല, അമ്മ ഒരു ഭയങ്കര ഇൻഡിപെൻഡന്റ്. ഞാൻ 19 വയസ്സ് എന്നൊക്കെ പറയുമ്പം ആ ടൈമിലാണ് കേട്ടോ. ഒന്നും അറിയില്ല, അത് ജോലിയില്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ജോലി അമ്മയ്ക്ക് കിട്ടുന്നത് 2005-ലാണ്. അതുവരെ അത്രയും സ്ട്രഗിൾ ചെയ്ത്. ഞാൻ ബ്രദർ ഉണ്ട്, മാമനുണ്ട്. അച്ഛൻ ഇതുകൊണ്ടാണ് മരിച്ചതെന്ന് എപ്പോഴും അമ്മ അത് കുഞ്ഞിലെ പറയാറുണ്ട്. അമ്മ ഞാൻ ചിലപ്പോൾ ഈ പ്രായത്തിൽ ഇത്രയും സ്ട്രോങ് ആയതിന്റെ കാരണം എൻ്റെ ഫാമിലി സിറ്റുവേഷൻസ് തന്നെ ആയിരിക്കാം. അമ്മ എൻ്റെ അച്ഛൻ്റെ ഫാമിലി ആയിട്ട് ഞങ്ങൾ അത്രയും സിംഗിൾ അല്ല. അത് കുഞ്ഞിലെ നമുക്ക് മനസ്സിലാവുമല്ലോ. വളരുമ്പം തൊട്ടേ അച്ഛൻ്റെ അമ്മയൊന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറില്ല. അച്ഛൻ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു, അമ്മയുടെ കൂടെ തന്നെയായിരുന്നു. എന്നെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് അച്ഛന് ജോലിയൊക്കെ കിട്ടുന്നത്, ഗവൺമെന്റിൽ ജോലിയൊക്കെ കിട്ടുന്നത് ആ ടൈമിൽ. അപ്പോഴാണ്. അപ്പൊ അവർക്ക് ഞാൻ ഭയങ്കര സാധനമായിരുന്നു അച്ഛനൊക്കെ. അത് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി കഴിഞ്ഞ സമയത്തിന് ഞാൻ ഉണ്ടാവുമ്പോഴാണ് അച്ഛൻ്റെ ഫാമിലിക്ക് ആ പ്രശ്നമൊക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ മരിക്കുന്നത് വീട്ടിലല്ല, പുറത്തൊരു റൂമിൽ സൂയിസൈഡ് ചെയ്യുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വളരുമ്പോൾ അമ്മ ഇങ്ങനെ പറയും, ഇത്രയേ ഉള്ളൂ ലൈഫ്, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, നമ്മളിങ്ങനെ ഒറ്റയ്ക്കെല്ലാം ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ അമ്മ അപ്പോഴേ ഇങ്ങനെ, അതായത് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവരുത്, ഒരു കാര്യം ചെയ്യുന്നതിൽ ആരുടെയും ഡിപ്പെൻഡൻ്റ് ആവരുത്, നമ്മൾ ഒറ്റയ്ക്കെല്ലാം ചെയ്ത് പഠിക്കണം. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടെ ഉള്ളവർ ചിലപ്പോൾ നാളെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല. അപ്പം അമ്മ അപ്പോഴേ ഇങ്ങനെ പറഞ്ഞാണ് വളർത്തിയത്. സോ അതെനിക്ക് മുമ്പേ അറിയായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഫാമിലി നമ്മൾ ചെല്ലുമ്പോഴായാലും, അച്ഛൻ്റെ ഫാമിലി എല്ലാവരും അല്ല കേട്ടോ പറയണം, കോർ ഫാമിലി ഇല്ലേ, അച്ഛൻ്റെ അമ്മ, അനിയത്തി, ആ ഒരു സാധനം. അച്ഛൻ്റെ വല്യമ്മമാരൊക്കെ ഉണ്ട്, അവരായിട്ട് എപ്പോഴും വേറെ പ്രശ്നമൊന്നുമില്ല, ഓക്കെ ആയിട്ട്. എപ്പോഴെങ്കിലും കൈവെക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഈ സാധനമില്ലേ, ഡാൻസിനൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്തു. ആദ്യം ട്രിവാൻഡ്രത്ത് PRS ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചപ്പം എനിക്കിവിടെ 3 മുട്ട്, നമുക്കിവിടെ 3 മുട്ടില്ലേ, എനിക്കിവിടെ 2 എണ്ണേ ഉള്ളൂ. അപ്പം അവർ പറഞ്ഞു വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, വേറെ ഏതോ പുറത്ത് പോയി നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം, പക്ഷെ റിസ്ക് ആണ്, ലൈക്ക് 3 മുട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ റിസ്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഹാപ്പിയാണ്, ഇതിലിപ്പോൾ ഞാൻ ഹാപ്പിയാണ്, പ്രശ്നമില്ല എന്ന് പറഞ്ഞോണ്ട്. പിന്നെ അമ്മയ്ക്ക് ഒരാഗ്രഹമുണ്ട് വെക്കണം. പിന്നെ ഇപ്പം അതില്ല കേട്ടോ, എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ വേണം. അല്ല, ഞാനിപ്പോ ചോദിക്കുന്നത് ഇപ്പൊ പ്രൊഫഷൻ ആയിട്ട് പോകാനൊരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഫിലിമിലേക്കൊക്കെ ആകുമ്പോൾ നമുക്കത് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് ആദ്യം തോന്നുന്നുണ്ടോന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇടയ്ക്ക് അങ്ങനെ തോന്നാറുണ്ട്. ചിലപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചാൻസുകൾ പെട്ടെന്ന് കിട്ടാനുള്ള ഇതുണ്ട് എന്നൊക്കെ തോന്നാറുണ്ടെങ്കിലും, പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് റിയലൈസ് ചെയ്യാറുണ്ട് എത്ര നാൾ നമ്മൾ അങ്ങനെ ഇത് നിൽക്കും. അപ്പം അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് വെക്കാൻ ഇപ്പോൾ ഒരുപാട് വഴികളുണ്ട്. ഇതുപോലെ തന്നെ ഫുള്ളി നമുക്ക് ഇത് ചെയ്യാനുള്ള ഇതുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് നമ്മുടേതല്ലാത്തൊരു സാധനമാണ്. അത് വേറെ തന്നെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം ചിലപ്പോൾ അത് എൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഞാനതിൽ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് വെക്കാത്തത്. ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കില്ലായിരിക്കും. ചിലപ്പോൾ എനിക്ക് ആ ഫിറ്റിംഗ് കൂടി വെക്കുമ്പോൾ ചിലപ്പം പെട്ടെന്ന് ആൾക്കാർ അയ്യോ എന്താ അങ്ങനെ ചിലപ്പോൾ അത് ശ്രദ്ധിക്കുമോ എന്നുള്ള സാധനം എനിക്കുണ്ട്. ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പി, ഞാൻ ഓക്കെയാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഫിലിം എന്ന് പറയുന്ന സാധനം എനിക്ക് കിട്ടും. ആ ഒരു സാധനത്തിലാണ് ഫിലിമിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അതിൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ല, ഒരു സിനിമാ നടി ആവുമ്പോൾ സിനിമാ നടി പവറൊക്കെ കാണിക്കേ, പവർ വരട്ടെ. നമ്മള് വന്ന വഴി മറക്കാം. വന്ന വഴിയെ കുറിച്ച് ചോദിച്ചപ്പോഴാ ബ്രേക്കപ്പിന്റെ ഒരു കഥ പറഞ്ഞായിരുന്നല്ലോ. അയ്യോ ആണ്ട് താഴേക്ക് വീഴുന്നു. ഇല്ല ചേച്ചി, അത് ഞാനത് ഓക്കെ ആവാൻ തന്നെ ഒരു 2-2.5 കൊല്ലം എടുത്തു. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പഠിക്കുന്ന കുട്ടി എപ്പോഴാണ് ഇതിനിടയ്ക്കൊരു റിലേഷൻഷിപ്പ്? അതിന് അമ്മയാണ് കാരണക്കാരി. പാവം കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളീനെ. അതായത് എനിക്ക് ആദ്യത്തെ കൺസേൺ അമ്മയാണ്.
അമ്മയ്ക്ക് ആദ്യത്തെ കൺസേൺ ഞാനാണ്. അപ്പൊ അങ്ങനെ ഒരു ഞങ്ങൾ അങ്ങനെ ഒരു മ്യൂച്വൽ സാധനത്തിലാണ് പോണത്. അപ്പൊ പുള്ളി എന്നാ ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞ അമ്മയോടാണ്. അപ്പൊ അമ്മയ്ക്ക് ആ മക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ അമ്മയ്ക്ക് കൂടെ പഠിച്ചതാണോ? അല്ല, ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പുള്ളിയാണ്. പുള്ളി കോഴിക്കോടാ. കാണുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ട് ഒരു ദിവസം. അപ്പൊ പുള്ളി കോഴിക്കോടായിരുന്നു. പുള്ളി അപ്പം നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അമ്മയോടൊന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് അമ്മയില്ല, ആമ്പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അമ്മയ്ക്ക് ഒരു ആൺകുട്ടീനെയായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടം. അപ്പം ആമ്പിള്ളേരായിട്ട് സംസാരിക്കും. അമ്മ പെട്ടെന്ന് കമ്പനി ആവും. ഞാൻ വരും. പിന്നെ അളിയൻസിലുള്ള ചേട്ടന്മാരാണ് ഫുള്ള്. അപ്പൊ അമ്മേനെ അവർ ട്രീറ്റ് ചെയ്യുന്നത് സ്വന്തം അമ്മയെ പോലെയാ. അപ്പൊ അമ്മ എപ്പോഴും പറയും 15 ആൺമക്കളുണ്ട് എനിക്ക് എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അവങ്ങനെ ഭയങ്കര കമ്പനിയായി. അപ്പൊ അമ്മ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, പേര് പറയണോ? പേരൊന്നും കുഴപ്പമില്ല, വിഷ്ണു. പുള്ളി അപ്പൊ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമാണ്, പുള്ളി ഓക്കെയാണ്, നല്ല വൈബാണ്. പുള്ളിക്ക് സിനിമയായിരുന്നു ഇഷ്ടം. അപ്പം നമുക്ക് സെയിം വൈബ് അങ്ങനെ സാധനമൊക്കെ അങ്ങനെ ഓക്കെ ആയി. അപ്പോഴും മറ്റേ പ്രേമിച്ച് നടക്കുക അങ്ങനെയൊന്നുമില്ല. കാരണം നമുക്ക് ഇഷ്ടമാണ്, ഫ്യൂച്ചറിൽ ഓക്കെ. അത് അപ്പോഴും ഈ വൈബ് അപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള സാധനത്തിലായിരുന്നു. പക്ഷെ ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി പുള്ളിയായിട്ട് ഡിപ്പെൻഡന്റ് ആയിപ്പോയി. അതായിരുന്നു പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു ബ്രേക്കപ്പ് ആവുന്ന സമയത്തിന്, ബ്രേക്കപ്പ് അല്ല, പുള്ളിക്ക് അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഞാൻ പുള്ളിനോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും പാസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് എൻ്റെ അടുത്ത് പറയാ, ഈ മൊമെന്റിൽ അത് വിട്ടാലും ഞാൻ ഓക്കെയാണ്. ഈ പുള്ളി നീ ഇല്ലാതെ വേറൊരു സാധനം എന്റെ ലൈഫിൽ ഇല്ലാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. ഞാൻ അറിഞ്ഞ സമയം എന്റെ അമ്മേ പറ്റില്ല. അങ്ങനൊരു 2-2.5 വർഷം എടുത്തു ഞാൻ അതിൽ നിന്ന് ഓക്കെ ആയിട്ട്. അപ്പൊ അറിഞ്ഞപ്പോഴാണോ ആദ്യം വിട്ടത്? അറിഞ്ഞ് ഞാൻ പുള്ളിനോട് ഇങ്ങനെ ചോദിച്ചു. പുള്ളി ആദ്യം സമ്മതിച്ചില്ല. പിന്നെ പുള്ളി ലൈക്ക് ഞാനിങ്ങനെ ചോദിക്കുന്ന ഓരോ കാര്യത്തിനും പുള്ളിക്ക് ഉത്തരം ഇല്ലാണ്ടായി. അങ്ങനെ അല്ല, ചില ഇപ്പൊ ആതിര പറഞ്ഞില്ലേ, ചിലത് നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വരും. പിന്നെ അത് പോയത് കൊണ്ടാണ് സിനിമയിലേക്ക് ഫോക്കസ്ഡ് ആവുന്നത്. ചിലപ്പം ആയിരിക്കും കേട്ടോ. അത് പുള്ളി പോയതിനു ശേഷമാണ് ഞാൻ കുറെ കൂടി കരിയറിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ആ 2.5 വർഷം അത് ഫുള്ളി ബ്രേക്ക് ആയിരുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഡാൻസ് മാത്രമായിരുന്നു. കോളേജിൽ ഞാൻ പൊക്കോണ്ടിരുന്നത് തന്നെ ഇത് എനിക്ക് ബ്രേക്ക് കിട്ടാൻ വേണ്ടി, ലൈക്ക് അതിൽ നിന്ന് ഇത് ഒളിച്ചോടാൻ വേണ്ടിയിട്ടായിരുന്നു. ആ പെയിൻ, ലൈക്ക് കരച്ചില്, ഫുൾ ശോകം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഫുൾ ടൈം കോളേജില് അങ്ങനെ നിൽക്കുക, ഡാൻസിന് പോയി തുടങ്ങുക, അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോഴാണ്. പിന്നെ ഞാൻ വിചാരിക്കുമ്പോൾ ഒരു കണക്കിന് ദേഷ്യണ്ടാ? ഇല്ല. എനിക്ക് കരഞ്ഞ് എനിക്ക് അപ്പോഴും ദേഷ്യമൊന്നും. പിന്നെ നമ്മൾ പറയില്ലേ, ഞാൻ പറ്റിക്കാൻ നിന്നു കൊടുത്തോണ്ടാണ് പുള്ളി എന്നെ പറ്റിച്ചത്. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം പുള്ളി ഭയങ്കര അടിപൊളി ആയതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല. ഞാൻ അത്രയും ഇതായിട്ട് നിന്നു, ഞാൻ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് പുള്ളീനെ ട്രസ്റ്റ് ചെയ്തു. ആ പ്രശ്നമാണ്. അപ്പം അത് ദേഷ്യമൊന്നുമില്ല പുള്ളിനോട്, പക്ഷെ ഇഷ്ടമില്ല. എന്തോ ഒരു തരത്തിലുള്ള വികാരം എനിക്ക് പുള്ളിനോടൊന്നും ഇല്ല ഇപ്പൊ. പിന്നീട് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായില്ല? ഉണ്ടായിരുന്നു. ഒന്നുകൊണ്ടും പഠിച്ചില്ല. മ്യൂച്വലി, അതായത് വെച്ചാൽ ഒരു റിലേഷൻ ആകുമ്പോൾ രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഗ്രോത്ത് വേണം. തീർച്ചയായും കരിയറിലോ അല്ലെങ്കിൽ സെൽഫായിട്ടല്ല എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഗ്രോത്ത് വേണം. കരിയറായിട്ടോ അല്ലെങ്കിൽ ഹാപ്പിനെസ് ആയിട്ടോ ഒന്നില്ല. ഇപ്പം കരിയർ നമുക്ക് ഗ്രോത്ത് ഇല്ല, അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്കൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും കിട്ടണം. അങ്ങനെ രണ്ടുപേർക്കും അതൊന്നും കിട്ടാനില്ല. രണ്ടുപേരുടെ കരിയറിലും ഒരു ഗ്രോത്ത് ആ റിലേഷൻഷിപ്പിൽ കിട്ടൂല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഞങ്ങള് ബൈ നമുക്ക് നിർത്താമെന്ന് പറഞ്ഞിട്ട് അതെന്റെ സീനിയർ ആയിരുന്നു കോളേജിൽ. ഇപ്പൊ ഹാപ്പിയാണ്. ഇപ്പൊ സിനിമ മാത്രം. പിന്നെ നമുക്ക് ഉള്ള ഇഷ്ടങ്ങൾ നമ്മുടെ മനസ്സിൽ എന്തോ ഉണ്ട് ക്യാമറക്ക് വേണ്ടി പറയുന്നില്ലത്. ഇത്രയൊക്കെ മതി, അല്ല ഇത്രയൊക്കെ മതി. ഞാൻ തന്നെ ഇതിപ്പോ പാപ്പരാസി ജേർണലിസം പോലെയാവും, ലൈക്ക് എല്ലാം ഇങ്ങനെ കൊച്ചു, പക്ഷെ രസമുണ്ട്. ഞാൻ ഭയങ്കര ഓപ്പൺ ഇതാണ്. അത്യാവശ്യം ഒരു 10 മിനിറ്റ് എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഞാൻ അങ്ങനെ പറഞ്ഞ കാര്യമുണ്ട്, സിനിമാ നടിയൊക്കെ ആകാൻ പോവാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത്. പഴയ റിലേഷൻഷിപ്പ് ഒക്കെ പുതിയ ഒരു വലിയ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എത്തിപ്പെട്ടാലോ? അല്ല, അത് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ ലൈഫിൽ നടന്നൊരു കാര്യം. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ കേട്ടോ, അത് നമ്മുടെ ലൈഫിൽ നടന്ന കാര്യമാണ്. നമ്മൾ എത്രയൊക്കെ മൂടി വെക്കാൻ നോക്കിയാലും ഒരു ടൈം ആകുമ്പോൾ ചിലപ്പം ഒന്നല്ല വേറൊരു രീതിയിൽ അത് പുറത്തേക്ക് വരും. അപ്പം പിന്നെ ചോദ്യം വരും, അപ്പം എന്താ പറഞ്ഞില്ല, അപ്പം എന്തിനാ ഒളിച്ചു വെച്ചാൽ, അപ്പം എന്തോ ഉള്ളതുകൊണ്ടല്ലേ ഒളിച്ചു വെച്ച. അങ്ങനെ ഒളിച്ചു വെക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ എന്റെ ലൈഫിൽ നടന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ളത് പറയാം. അതില് മോശമായിട്ടുള്ള അല്ലല്ല, നല്ല കാര്യമാണ്. എല്ലാം ഉൾക്കൊള്ളണം എന്നില്ല സമൂഹം. അതുപോലെ തന്നെ ഇപ്പൊ ഓഡീഷൻ പോയിട്ട് തന്നെയാണോ ഫിലിമിലേക്ക് പോകുന്നത്? ആരും റെഫർ ചെയ്യുന്നതാ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നെ ഇതുവരെ അങ്ങനെ ആരും റെഫർ ചെയ്യും. എനിക്ക് തോന്നുന്നു 18 കഴിഞ്ഞിട്ട് ശങ്കർ സാർ റാണിയിലേക്ക് വിളിച്ചത് ഓഡിഷന് പോയിട്ടല്ല, അല്ലാതെ തന്നെ സാറ് വിളിക്കുമായിരുന്നു ചെയ്തത്. ഡയറക്ട്ലി സാറ് വിളിക്കുമായിരുന്നു ചെയ്തത്.
അല്ലാതെ ഫിലിംസിൽ ഇപ്പം മുറയിലാണെങ്കിലും ഞാൻ ഓഡിഷന് പോയിട്ട് തന്നെയാണ് ഇപ്പം കിട്ടിയത്. ഇപ്പം ഞാനൊരു ആസിഫ് ഒരു പടത്തിന്റെ ഓഡിഷൻ കഴിഞ്ഞ് നിൽക്കുന്നു, അറിയില്ല. ഓക്കെ, ഇപ്പൊ എത്ര വയസ്സുണ്ട്? 23 ആവുന്നു. 23 വയസ്സ്. എന്നാലും ഈ ഇന്റർവ്യൂ ആദ്യയുടെ കരിയറിന് തന്നെ നല്ലൊരു ബ്രേക്ക് ഉണ്ടാവട്ടെ. ലൈക്ക് ഇത് കണ്ടിട്ട് എൻ്റെ ഒരു പ്രതീക്ഷയില് ഞാൻ ഭയങ്കരമായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു നല്ല ആദ്യം ആഗ്രഹിക്കുന്നൊരിതുണ്ടല്ലോ, അതിലേക്ക് എത്തട്ടെ. കാരണം മലയാളം ഫിലിമിലും ഞാൻ അധികം കണ്ടിട്ടില്ല. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഫെയർ, ഏജ്, ഇതൊക്കെ ഒരു കാറ്റഗറിയാണ്. എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് പറയാൻ വേണമെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് തോന്നുന്നതാണ്, അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ കുറെയൊക്കെ എവിടേക്ക് എത്തുമ്പോ ഈ മെട്രിക്സ് ഒക്കെ അവർ നോക്കുന്നുണ്ട്. തീർച്ചയായും. കാരണം ഇതൊരു മാർക്കറ്റിംഗ് ആണല്ലോ. മാർക്കറ്റിൽ നല്ല പ്രോഡക്റ്റ് മീൻസ് പണ്ട് വേടൻ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് റാപ്പർ. അതായത് ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ വിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ സൗന്ദര്യം മാത്രമല്ല, സൗന്ദര്യത്തിന് അത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക കുറച്ച് ഇത് വേണം. പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തമിഴില് കമലഹാസന്റെ ഒരു പടത്തിനകത്ത് ഒരു പൊക്കം കുറഞ്ഞിട്ടൊരു ചെക്കൻ വിക്രത്തിനകത്ത് ഒരു പയ്യൻ അഭിനയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ആളുകൾക്ക് കിട്ടുന്നുണ്ട് ഭയങ്കരമായിട്ട്. മാത്രമല്ല നമ്മുടെ ലോറൻസ് ഇതുപോലെ തന്നെ കുറെ ആളുകളെ, ഞാൻ ചെന്നൈയിലേക്ക് ഉണ്ടായിരുന്നപ്പോ എന്നോട് കുറെ പേര് പറഞ്ഞു സാറിന്റെ ട്രൂപ്പിൽ ജോയിൻ ചെയ്ത് നോക്കൂ സാർ, ലൈക്ക് നമുക്ക് കുറെ അവസരങ്ങൾ കിട്ടും. പിന്നെ എനിക്ക് അന്ന് അങ്ങനെ വഴിയൊന്നും അറിയാത്തോണ്ട് ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്താൽ മേലാണോ? നോക്കണം. അല്ല, ഞാൻ തമാശ എനിക്ക് ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തിന് ലോറൻസ് സാറിന്റെ ബ്രദർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് സാർ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, സാർ ഇങ്ങനെ പറഞ്ഞു ലൈക്ക് ഫ്യൂച്ചർ നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്നൊക്കെ സാർ പറഞ്ഞു. ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്തിന് കേട്ടോ, ടിക്ടോക്ക് ബാനായി. അത് കഴിഞ്ഞ് കുറച്ച് ടിക്ടോക്ക് ബാനായി. ഇല്ല, എന്തൊക്കെയാണെങ്കിലും മാധുരി ഭയങ്കര ഗ്രേസ്, അതായത് അത് സംസാരത്തിൽ നന്നായിട്ട് നമ്മൾ പോസിറ്റീവ് ആണല്ലോ. നമുക്കിപ്പം എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും കണ്ണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിൽ 1-2 അടുത്ത് മാത്രമേ കണ്ണ് നിറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നത്. അപ്പം ലൈഫില് നമുക്ക് ഉണ്ടായ കാര്യം കണ്ണ് നിറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എന്തായാലും അമ്മയ്ക്കിരിക്കട്ടെ എൻ്റെ വക. ഓക്കെ, അതത്രേ ഉള്ളൂ. ഓക്കെ, ഫ്യൂച്ചറിൽ എല്ലാം ഉണ്ടാവും. താങ്ക് യു ചേച്ചി.